അപ്പം മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ, കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ എല്ലായിടവും. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന കറി ഒരു തൈരും ക്യാബേജും കൊണ്ട് ഒരു കറി തയ്യാറാക്കിയിരിക്കുകയാണ്. തൈര് ക്യാബേജ് കറിയെന്നോ ക്യാബേജ് മസാല തൈര് കറിയെന്നോ എന്ത് വേണേലും പറയാം. പക്ഷെ വളരെ രുചികരമായിട്ടുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാബേജും തൈരും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനൊരു കറി തയ്യാറാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് ചോറ് കഴിക്കും കേട്ടോ. വീണ്ടും വീണ്ടും തൈര് ഇതേ രീതിയിൽ ക്യാബേജും കിട്ടുമ്പോൾ തയ്യാറാക്കി കൊടുക്കാമെന്ന് കുട്ടികളായാലും മുതിർന്നവരായാലും ആവശ്യപ്പെടും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചേരുവകൾ എടുത്തിരിക്കുന്നതും എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മക്കളെ. ഇതാണ് മക്കളെ ആ കറി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഈ കറിയും കൂട്ടിയാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ഒരു അവിയലും ഒരു മീൻ വറുത്തും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് ചോറ് കഴിക്കാം. അതിനായിട്ടൊരു 400 ഗ്രാം കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പുളി കുറവുള്ള തൈരാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 കിലോയും കണക്കാക്കി കിളർന്ന് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളകും എരിവിനായിട്ട് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ക്യാബേജ് കണ്ട് ഇതേ രീതിയിൽ കുനാന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേ രീതിയിലാണ് ഇതിൻ്റെ കറിക്ക് നമ്മൾ തയ്യാറാക്കുന്നെങ്കിൽ ആ കറിക്ക് നല്ലൊരു ഭംഗിയും ടേസ്റ്റും ഒക്കെ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ വിടർത്തി എല്ലാം കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം സവാളയും നമ്മൾ ഇതേ രീതിയിൽ തന്നെ അതിൻ്റെ ആ മുഖഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതേ രീതിയിൽ അരിഞ്ഞിട്ട് പച്ചമുളകും നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് നീളത്തിൽ തന്നെ. നമുക്കിനിയും ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ ഈ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണിത്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പം കണ്ടില്ലേ, എല്ലാം നമ്മളിങ്ങനെ മൂപ്പിച്ചെടുത്തു. ഇതിൻ്റെ സീഡുമൊക്കെ മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റും മണവും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ട് മൂപ്പിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് വറ്റൽമുളകും ഇട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടു. സവാള ഒന്ന് മുക്കാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് അതൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ അല്പനേരം ഒന്ന് അടച്ചു വെക്കും കേട്ടോ. നമ്മുടെ സവാള അത് വെന്ത് സോഫ്റ്റ് ആണല്ലോ, ക്രിസ്പി ആവരുത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കും. കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട്. ക്യാബേജും ചേർത്ത് കൊടുത്ത് അപ്പോൾ ഈ സവാളയ്ക്കകത്ത് എണ്ണ എല്ലാം കൂടെ കൂട്ടി ചേർന്ന് ഈ ക്യാബേജ് അങ്ങ് മൂക്കും കേട്ടോ. എണ്ണ എല്ലാം ഇതിനകത്ത് അങ്ങ് പിടിക്കും. അപ്പോൾ ഇതും എല്ലാം ഒന്ന് കൂട്ടി ഇളകി യോജിപ്പിച്ചിട്ട് ഇതും ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ തൊടിയിക്കുന്നില്ലല്ലോ, ഇതിനകത്ത് വെള്ളമയം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ആ വെള്ളമയവും ഈ എണ്ണയും ചേർന്ന് ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമ്മുടെ ക്യാബേജിന് എന്നിട്ട് നമുക്ക് കൂട്ടിപ്പരട്ടി എല്ലായിടവും എണ്ണ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വീണ്ടും തുറന്നു നോക്കേണ്ടതില്ല, അത് വെന്തു ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. ജീരകപ്പൊടിയൊക്കെ ചേർത്താണ് ഇതിനകത്ത് കേട്ടോ, നേരത്തെ ജീരകം ക്രഷ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കി നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് മൂത്ത് മുളകും നമ്മുടെ മസാലകളുടെയൊക്കെ ഒരു മണവും ഒക്കെ വരുന്നുണ്ട്.
എന്നിട്ട് ഇതെല്ലാം കണ്ടില്ലേ ഇതേ രീതിയിലായി കൂട്ടി യോജിപ്പിച്ച് നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിത് ഉപ്പൊക്കെ നോക്കുവാണ് ഞാൻ കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർക്കത്തില്ല, അതിന് ഒരു ചെറിയ പച്ചച്ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് ഒരു കളർ ചേഞ്ച് കിട്ടാൻ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതും ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ചു വെക്കും, ആ ചീര ഒന്ന് വേവാനായിട്ട്. അപ്പോൾ ഇതെല്ലാം അടച്ച് വെച്ച് തുറന്ന് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. കട്ട തൈര് നമ്മൾ ഉടച്ചില്ല, ഇതേ രീതിയിൽ സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് ഉടച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഉടച്ചാൽ അങ്ങ് ഈ തൈരങ്ങ് വെള്ളമായി പോവും. അപ്പോൾ നമ്മൾ കട്ട തൈര് ഒഴിച്ച് കൂട്ടി ഇളക്കി ഉപ്പുമൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പച്ചമുളക് ചേർത്ത് കൊടുക്കും കേട്ടോ. പച്ചമുളകും ചേർത്ത് കൊടുത്ത് നമ്മൾ കുറേ നേരം ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് കുറേ നേരം പച്ചമുളകിനകത്ത് ഇതിൻ്റെ എരിവും പുളിയൊക്കെ കിട്ടാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. കണ്ടില്ലേ, ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ നല്ല ക്യാബേജ് തൈര് കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതിനധികം പുളിയില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് സ്പൈസ് മസാലയൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർത്താണല്ലോ. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സെർവ് പ്ലേറ്റ് മാറ്റി നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ക്യാബേജ് കിട്ടുമ്പോൾ. അപ്പോൾ ക്യാബേജ് നമുക്ക് പല രീതിയിലും പല കറിയിലും വെക്കാമല്ലോ. അപ്പം ഈ ഒരു കറി ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മക്കളെ. അപ്പോൾ പഴയതുപോലെ കമൻറ്റും ലൈക്കും ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് ഓളെന്ന ഓപ്ഷനോടൊന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതും ഒന്ന് ഇനേബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പം എല്ലാവരും ഇതേ രീതി ചെയ്ത് നോക്കുക. കണ്ടില്ലേ, അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുക.